എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തുടരുന്നത് ഹൃദയരാഗം എന്ന പ്രണയകഥയുടെ 12ാം ഭാഗമാണ്. ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും അമ്മ വിളിച്ചോ എന്നും ചോദിച്ചു. അവൾ ഇറങ്ങി. ഓ ടീ, സാരമില്ല, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും. ഞാൻ എൻ്റെ പണിയിലേക്ക് കടന്നു. ഞാനില്ലെങ്കിലും വലിയ ആർഭാടമില്ലാതെ ഓഫീസ് തുറന്നു പ്രവർത്തനം തുടങ്ങിയിരുന്നു. പുതുതായി കിട്ടിയ ക്ലയന്റിന്റെ ഡിസൈനിങ് വർക്ക് എല്ലാം കഴിഞ്ഞ് അയച്ചത് ഒന്ന് വെരിഫൈ ചെയ്യണം. ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ ഒരുങ്ങിയപ്പോഴേക്കും ഇങ്ങനെയൊരു മോശം സംഭവം ഉണ്ടായെന്ന് വെച്ച് അതുപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അമ്മയാണ്. അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സോഫിയ തന്നെ ചെയ്തു. ഇന്റീരിയർ അവളുടെ മേഖല ആയതുകൊണ്ട് ചില്ലറ മിനുക്കുപണികൾ കൂടെ കഴിഞ്ഞ ശേഷമാണ് അവൾ സമ്മതിച്ചത്. പക്ഷെ അവിടുത്തെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അവൾ ഇടപെടാറില്ല. താൻ എന്നാണോ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ ഉത്തരവാദിത്തം കാണിക്കാം എന്നാണ് അവളുടെ പക്ഷം. അതിൽ കുറ്റം പറയാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് ഞാനും തർക്കിക്കാൻ നിന്നില്ല. എന്റെ കാലിലെ പ്ലാസ്റ്റർ എടുത്ത് മാറ്റാനുള്ള ദിവസമായി. ഇതൂടെ കഴിഞ്ഞാൽ ഫ്രീ ആണ്. ജീവിതം വീണ്ടും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളിലൂടെ മുന്നോട്ടു പോവാൻ തുടങ്ങി. പക്ഷെ അതിനധികം ആയുസ്സുണ്ടായില്ല. സോഫിയ പറഞ്ഞ ഒരാഴ്ച നാളെ തീരും അവളുടെ ലീവ്. ഇനിയും നീട്ടാനാവില്ല. ഇത് തന്നെ ഓരോ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നതാണ്. പോവാനുള്ള സമയമായപ്പോൾ അവളുടെ മുഖത്ത് വീണ്ടും ഒരു വാട്ടം. ലഞ്ച് കഴിച്ച് ഹാളിലേക്ക് വന്നു. TV ഓൺ ചെയ്തു സോഫയിലേക്കിരുന്നു. സോഫിയെ നോക്കിയപ്പോൾ അവൾ എന്തോ ചിന്തയിലാണ്. പോയിട്ട് റിസൈൻ ചെയ്തിട്ട് വാ, നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. ഞാൻ അവളെ ഒന്ന് ചിയറപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അവൾ എന്നെ ആർ യു സീരിയസ് എന്നൊരു നോട്ടം നോക്കി. അവൾ പറയാതെ തന്നെ അതിന്റെ അർത്ഥം അറിയാവുന്നതുകൊണ്ട് ഞാൻ തല താഴ്ത്തിയിരുന്നതേയുള്ളൂ. എനിക്ക് പോവാൻ തോന്നുന്നില്ല. ജോലി റിസൈൻ ചെയ്യാനും തോന്നുന്നില്ല. പപ്പയെ വിഷമിപ്പിക്കാനും തോന്നുന്നില്ല. ഞാൻ എന്താ ചെയ്യാം? തളർന്ന പോലെ സോഫിയ അടുത്തുള്ള കസേരയിലേക്കിരുന്നു. അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തു പറഞ്ഞാണ് അവളെ സമാധാനിപ്പിക്കുക എന്നറിയാതെ ഞാനിരുന്നു. അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് എന്റെ അരികിലിരുന്ന് തോളിലേക്ക് തലചായ്ച്ചു. ഞാൻ എന്താടോ ഇച്ഛായ ചെയ്യാം? അവളാകെ വിഷമത്തിലാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും അധികം പക്വതയുള്ള ആളുകളിൽ ഒരാളാണ് നീ. ഈ പക്വത എന്ന സാധനം അരികെ കൂടെ പോലും പോവാത്ത എന്നോട് ഇതേപ്പറ്റി ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ? ഐ വുഡ് സേ ഡു വാട്ട് യു ഫീൽ റൈറ്റ്. അവളുടെ കവിളിൽ തട്ടിക്കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. തോളിൽ നിന്ന് തലയെടുത്ത് എന്റെ കവിളിലേക്ക് അവൾ ഒരുമ്മ തന്നു. വല്ലപ്പോഴും മാത്രം കിട്ടുന്ന സമ്മാനം. ഞാനവളെ നോക്കി ഒരു പൊട്ടനെ പോലെ ചിരിച്ചതേ ഉള്ളൂ. കൂടുതലൊന്നും നടക്കാൻ പോണില്ലെന്ന് നന്നായിട്ട് അറിയാവുന്ന എന്റെ ചിരി. പക്ഷെ അവൾ എന്നെ ഞെട്ടിച്ചു. മടിയിലേക്ക് കയറി എനിക്ക് അഭിമുഖമായിരുന്നു. എന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പതിയെ അവളുടെ ചുണ്ടുകൾ എന്നിലേക്ക് ചേർന്നു. എത്ര സമയം അങ്ങനെ ഇരുന്നെന്നറിയില്ല. വീടിന്റെ കാളിംഗ് ബെൽ ശബ്ദം കേട്ടപ്പോഴാണ് ഞങ്ങൾ ഞെട്ടി എഴുന്നേറ്റത്. സോഫിയ തിരിച്ചു ദുബായിലേക്ക് പോവാൻ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷെ പപ്പയുടെ പിണക്കം മാറ്റി കല്യാണത്തിന് സമ്മതിപ്പിച്ചിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ എന്നൊരു വാക്കുകൂടി അവൾ പറഞ്ഞു. ഞാൻ തന്നെയാണ് അവളെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. അവൾ യാത്ര പറഞ്ഞപ്പോൾ കണ്ടുനിന്ന് എന്റെയും കണ്ണു നിറഞ്ഞുപോയി. വീണ്ടും ഒന്നിച്ചു ചേരാനുള്ളതല്ലേ എന്നാലോചിച്ചു. സമാധാനിച്ചു. സോഫിയ പോയ ശേഷം ഉള്ള ദിവസങ്ങൾ കുറച്ച് ബോറിംഗ് ആയെങ്കിലും പഴയതുപോലെ ഉത്തരവാദിത്തമില്ലാതെ ഞാൻ നടന്നില്ല. കൃത്യമായി ഓഫീസിൽ പോവാനും ജോലികൾ തീർക്കാനും താല്പര്യം കാണിക്കാൻ തുടങ്ങി. ജീവിതത്തിന് കുറച്ചുകൂടി അർത്ഥം വന്ന പോലെയായി. ദിവസവുമുള്ള വീഡിയോ കോളുകളും ഇടവിട്ടുള്ള വാട്സാപ്പ് മെസ്സേജുകളുമായി ഞങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് പ്രണയം മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്കാണ് സോഫിയ എന്നെ ഒരു ദിവസം രാവിലെ വിളിക്കുന്നത്. ഓഫീസിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്ന ഞാൻ ഫോൺ എടുത്തു. എന്താടാ? ഞാൻ ഇറങ്ങാൻ നിൽക്കാം, വേഗം പറ. ഞാൻ മുടി ചീകി ഒതുക്കുന്നതിനിടയിൽ ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിച്ചു. ഇന്ന് പോവണ്ട, ഉള്ള അപ്പോയിന്റ്മെന്റ് എല്ലാം ക്യാൻസൽ ആക്കിയേക്ക്. വീട്ടിലേക്കൊരു ഗസ്റ്റ് ഉണ്ട്. അവൾ ഒരു ചിരിയോടാണത് പറഞ്ഞത്. ഗസ്റ്റോ? ഹാ, നീ എത്തിയോ? ചീപ്പെല്ലാം കളഞ്ഞു. ഞാൻ ഫോൺ കയ്യിലെടുത്തു. ഞാനെന്നാണ് മിസ്റ്റർ ഗസ്റ്റ് ആയത്? അയ്യടാ, ഒരാളുടെ ആഗ്രഹം. ഞാൻ വരുന്നില്ല. പക്ഷെ മമ്മയുടെ ആങ്ങള വരുന്നുണ്ട്, എന്റെ അങ്കിൾ. കൂടെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കാണും. എടിയേ, അവര് ചെക്കനെ കാണാൻ വരുന്നതാണോ? എന്റെ ശ്വാസമെടുപ്പൊന്ന് നിലച്ചു. കാര്യം എന്തൊക്കെയാണെങ്കിലും ഈ പെണ്ണുകെട്ടൽ ഇത്തിരി റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. ബന്ധുക്കളുടെ എല്ലാം ക്രോസ് വിസ്താരം കഴിഞ്ഞേ ഉള്ളു കല്യാണം. അതൊക്കെ ഒഴിവാക്കാനാണ് പ്രേമിച്ച് കെട്ടാമെന്ന് വെച്ചത്. അതിപ്പോ ഇങ്ങനെയായി. അതേലോ? അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. അപ്ഡേറ്റ് മീ. അവൾ ഫോൺ വെച്ചു. ദുഷ്ട, കണ്ണിച്ചോരയുണ്ടോ അവൾക്ക്? എന്നെ പിടിച്ചിട്ട് കൊടുക്കാൻ പോവാം. അമ്മ. മുറിന്ന് പുറത്തിറങ്ങി അടുക്കളയിലേക്ക് നോക്കി ഞാൻ വിളിച്ചു. എന്താടാ? അമ്മയുടെ ശബ്ദം പുറത്തു നിന്നാണ്. ഞാൻ വർക്ക് ഏരിയയിലേക്ക് നടന്നു ചെന്നു. അമ്മ തേങ്ങ പൊതിക്കുന്ന പണിയിലാണ്. ചേച്ചി വന്നില്ലേ അമ്മേ? ഞാൻ സഹായിക്കണം? ഞാൻ നിഷ്കളങ്കത അഭിനയിച്ച് ചോദിച്ചു. അമ്മ എന്നെ ആകെ മൊത്തം ഒന്ന് നോക്കി. വീണ്ടും തേങ്ങ പൊതിയിലേക്ക് ശ്രദ്ധ മാറ്റി. നീ ഇന്ന് പോണില്ലേ? ഒരു കാര്യമുണ്ട്. എന്നെ കാണാൻ ഇന്ന് ചിലരിവിടെ വരും. നിലത്ത് കിടന്ന തേങ്ങയെടുത്ത് നാര് പറിച്ചെടുത്തു. ഞാൻ അമ്മയെ ഒന്ന് നോക്കി.
കയ്യിലുള്ള തേങ്ങ നിലത്തിട്ട് അമ്മ എന്നെ നോക്കി ചിരി തുടങ്ങി. ഒരു മാതിരി കൊലച്ചിരി. ഒന്ന് നിർത്തമ്മ, ഞാൻ സീരിയസാ, ഞാൻ കെറുവിച്ചു. എന്നോട് മോളിത് വിളിച്ചു പറഞ്ഞതാ നേരത്തെ. അമ്മ ചിരി നിർത്തി വീണ്ടും പണിയിലേക്ക് തിരിഞ്ഞു. ആണോ? ഞാൻ ചുമ്മാ പേടിച്ചു. അമ്മയ്ക്ക് കൂസലില്ലാതെ നിന്നപ്പോൾ എനിക്കും ധൈര്യമായി. ഞാൻ നേരെ ഹാളിലേക്ക് ചെന്നു. ഫോൺ എടുത്ത് ഓഫീസിലേക്ക് വിളിച്ചു. ഇന്ന് വരില്ലെന്നറിയിച്ചു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതിയെന്ന് ഏൽപ്പിച്ചു. കുറച്ചു സമയം ഫോൺ എടുത്ത് ചുമ്മാ കുത്തിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ വന്ന് പണിയേൽപ്പിച്ചു. പള്ളിയിൽ പോയി അച്ഛനെ വിളിച്ചു കൊണ്ടുവരാൻ. ഞാൻ വണ്ടിയെടുത്തു പള്ളിയിലേക്ക് ഇറങ്ങി. ആക്സിഡന്റിന് ശേഷം വളരെ സൂക്ഷിച്ചേ ഓടിക്കാറുള്ളൂ. പള്ളിയിലെത്തി അച്ഛനെ കാത്ത് കുറച്ചു നേരം നിന്നു. അച്ഛൻ വന്ന് വിശേഷമൊക്കെ ചോദിച്ച് എന്റെ കൂടെ കാറിലേക്ക് കയറി. അമ്മ ആദ്യമേ നേരിട്ട് കണ്ടു, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് അധികം ചോദ്യവിസ്താരമൊന്നും ഉണ്ടായില്ല. വീട്ടിലെത്തി അച്ഛൻ ഒരു ചായ കുടിക്കുമ്പോഴേക്കും ഗേറ്റിന് പുറത്ത് കാറെത്തി. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ഗേറ്റ് തുറന്നു കൊടുത്തു. ഒരു ജീപ്പ് കോമ്പസ്, ആലപ്പുഴ രജിസ്ട്രേഷൻ. വണ്ടി നിർത്തി മുന്നിലെ സീറ്റിൽ നിന്ന് ഒരാൾ ഇറങ്ങി എനിക്ക് കൈ തന്നു. പുറകിലെ സീറ്റിൽ നിന്ന് ഒരു സ്ത്രീയും മറ്റു 2 പേരും കൂടെ ഇറങ്ങി. അമ്മ പൂമുഖത്ത് നിന്ന് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഹാളിലെ സെറ്റിയിൽ എല്ലാവരും ഇരുന്നു. അച്ഛനാണ് സംഭാഷണത്തിന് തുടക്കമിട്ടത്. കൂട്ടത്തിലുള്ള ആന്റിയമ്മയോട് ചിരിച്ചു. വളരെ സന്തോഷത്തിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ എന്റെ പകുതി ശ്വാസം നേരെ വീണു. ഭക്ഷണമെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സോഫിയയുടെ ടിപ്സ് പ്രകാരം വരുന്നവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തിരഞ്ഞു പിടിച്ചുണ്ടാക്കിയ എന്റെ അമ്മയുടെ മാസ് പെർഫോമൻസ് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. വീടും വീട്ടിലുള്ളവരെയും ഇഷ്ടപ്പെട്ടതുപോലെ തന്നെയായിരുന്നു അവരുടെ പെരുമാറ്റം. ഇറങ്ങാൻ നേരം ഇനിയെല്ലാം ചടങ്ങായിട്ട് നടത്താം എന്ന് പറഞ്ഞ് അവരിറങ്ങി. ഇത്രയുള്ളൂ. ഇതിനാണോ ഞാൻ ഇത്രയ്ക്ക് പേടിച്ചത്? വേണ്ടായിരുന്നു. അവരിറങ്ങിയപ്പോൾ ഞാനും കൂടെ ഇറങ്ങി യാത്ര പറഞ്ഞു. കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ആളായ സോഫിയയുടെ അങ്കിൾ എന്നെ മാറ്റി നിർത്തി സംസാരിച്ചു. പുള്ളിയെല്ലാം ശരിയാക്കിക്കോളാം എന്ന് ഉറപ്പു തന്നു. സോഫിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അങ്കിളും ആന്റിയുമാണ് വന്നതെന്ന് അവൾ പറഞ്ഞ ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അവളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും അവളുടെ ആഗ്രഹം എന്താണെങ്കിലും സാധിച്ചു കൊടുക്കും എന്ന ഉറപ്പ് അവൾക്കുണ്ടായതുകൊണ്ടായിരുന്നു അവരെ തന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അവര് പറഞ്ഞാൽ സോഫിയയുടെ മമ്മ കേൾക്കും എന്ന് തന്നെ ആണ് അവളുടെ വിശ്വാസം. മമ്മ പറഞ്ഞാൽ പിന്നെ പപ്പയ്ക്ക് എതിരഭിപ്രായമില്ല. അവളുടെ ബുദ്ധിയോർത്ത് ഒരു നിമിഷം ഞാൻ കൈകൂപ്പിപ്പോയി. കെട്ടുകഴിഞ്ഞാൽ ഇതെല്ലാം എന്റെ അടുക്കലാണല്ലോ ഉപയോഗിക്കാൻ പോണേ എന്നാലോചിച്ചപ്പോൾ ഒരു നടുക്കവും. അധികം വൈകാതെ തന്നെ സോഫിയ ജോലി റിസൈൻ ചെയ്ത് അമേരിക്കയിലേക്ക് തിരികെ പോയി. ഇത്രയ്ക്ക് ഹൈ പേയിങ് ആയ ജോലി രാജിവെച്ച് അവൾ എനിക്ക് വേണ്ടി പോരടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവളെ അർഹിക്കുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പോയി. മനസ്സമ്മതമായിരുന്നു ഇന്നലെ നാളെ കല്യാണവും. പെണ്ണ് കാണലും ചോദിക്കലും എല്ലാം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ മനസ്സമ്മതത്തിന് തീയതി നിശ്ചയിച്ചു. പെണ്ണിന്റെ പള്ളിയിൽ വെച്ചായിരുന്നു മനസ്സമ്മതം. അമ്മയും എന്റെ അനിയത്തിയും അവളുടെ കെട്ടിയോനും മക്കളും പിന്നെ അത്രയും വേണ്ടപ്പെട്ട കുറച്ച് ബന്ധുക്കളും മാത്രം ഉൾപ്പെട്ട ഒരു ചെറിയ ചടങ്ങ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് കല്യാണവും മനസ്സമ്മതവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലെന്ന് മനസ്സിലായത്. അത്രക്കധികം ആളായിരുന്നു. എല്ലാവരെയും പരിചയപ്പെട്ടും വിശേഷങ്ങൾ ചോദിച്ചു നിന്നപ്പോഴേക്കും ചടങ്ങിന് സമയമായി. ചടങ്ങ് കഴിഞ്ഞിറങ്ങുന്ന സമയത്താണ് സോഫിയുടെ പപ്പ എന്നോട് ആദ്യമായി ദീർഘനേരം സംസാരിച്ചത്. മാത്യു, ഒന്ന് നിൽക്കൂ. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.